നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുമി, എന്താ സുമി ഇത്? എന്താ ഇത്? സന്തോഷിക്കേണ്ട സമയത്ത് കരയാണോ സുമി? കണ്ണു തുടക്കേ. കഴിഞ്ഞുപോയതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്നേക്ക് സുമി. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കണം. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്ന സന്തോഷ വാർത്തയായിട്ടാണല്ലോ സുമി വീട്ടിലേക്ക് പോകുന്നത്. ഈ ദ്രോഹം ചെയ്തവർക്ക് ദൈവമായിട്ട് കൊടുത്ത ഒരു മറുപടി തന്നെയല്ലേ അത്? എനിക്ക് ഗിരിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ സുമി, എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? എന്റെ ഭാഗത്തുനിന്ന് പറ്റിപ്പോയൊരു തെറ്റ്. അന്ന് പക്ഷേ ഇത്രയും വലിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാവുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. എന്താ സുമി, നീ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ? നമ്മുടെ മുറിയിന്ന് കാണാതെ പോയ ഡയറിയില്ലേ, ഡോക്ടർ ഹാഷിം ഹുസൈൻ ഗിരിക്ക് തന്ന ഡയറി. അതെ, ആ ഡയറി നീ ഒന്ന് വായിക്കുക പോലും ചെയ്യുന്നതിന് മുമ്പ് മോഷണം പോയി. അത് നീ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ നിതീഷിനും അവന്റെ അമ്മയ്ക്കും എതിരെയുള്ള തെളിവുകൾ, അവർക്കെതിരെയുള്ള ആയുധങ്ങളായി ഇന്ന് നമ്മുടെ കയ്യിലിരുന്നേനെ. അതാ ഞാൻ പറയാൻ വന്നത്. ഗിരി ക്ഷമിക്കണം, ഞാനത് മുഴുവൻ വായിച്ചിരുന്നു. അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞാൻ വ്യക്തമായിട്ട് വായിച്ചിരുന്നു. പിന്നെ വായിച്ചില്ലെന്ന് സുമി പറഞ്ഞത്? മാപ്പ്. അങ്ങനെയൊരു തെറ്റ് ചെയ്തു പോയതിനാ ഞാൻ ഗിരിയോട് മാപ്പ് അപേക്ഷിക്കുന്നത്. എന്നിട്ട് നീ അതെന്നോട്? എല്ലാവരുടെയും നല്ലതിനു വേണ്ടി അന്ന് ഞാൻ ചെയ്തു പോയൊരു നിസ്സാരമായ തെറ്റ് ഇത്രയും വലിയൊരു അപരാധമായിട്ട് മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗിരി. നിതീഷിന്റെ നന്ദിതയുടെയും കല്യാണം നടന്നു കാണാൻ വേണ്ടി ഞാനത് മനഃപൂർവ്വം ഗിരിയുടെ അടുത്ത് പറയാനായിട്ട് വൈകിപ്പിച്ചതാ. നന്ദുവിന്റെയും നിതീഷിന്റെയും കല്യാണം കഴിഞ്ഞ് ഗിരിയോടെല്ലാം തുറന്നു പറഞ്ഞ് ആ ഡയറി ഗിരിയെ തിരിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ അപ്പോഴേക്കും അതിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. ഇതിന്റെ പേരില് ഗിരിയോട് മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അവകാശമില്ല. നന്ദുവിനൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കാണിച്ച അബദ്ധമായിരുന്നു അത്. എന്നിട്ട് ആ അനിയത്തി തന്നെ എന്നെ. ആ ഡയറിയിൽ എന്താ എഴുതിയിരിക്കുന്നത് അത് ഓർമ്മയുണ്ടോ സുമിക്ക്? ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഗിരിയുടെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി അനുരാധയാണെന്ന് തെളിവ് സഹിതം ഡോക്ടർ അതിൽ എഴുതിയിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാരദാമ്മേ, അവളെവിടെടി? മാർക്കറ്റിൽ പോയതാ ശാരദാമ്മേ. ഈ സമയത്ത് ചെന്നാ തിരക്ക് കുറവാ. ചീഞ്ഞ ഉള്ളി, സവാള, ഉരുളക്കിഴങ്ങും ഒക്കെ കച്ചവടക്കാര് കുറഞ്ഞ വിലക്ക് കൊടുക്കും. അവളുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല അല്ലേ? മാറ്റം ഉണ്ടായത് ഇപ്പോഴല്ലേ, നേരത്തെ ഇത് തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. അധികാരവും പണവും ഒക്കെ കയ്യിൽ വരുമ്പോഴേ ഓരോരുത്തരുടെയും തനി നിറം പുറത്തു വരും. മകളാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതെന്താ ശാരദാമ്മേ? ഞാനേ ഇന്നൊരു ഹോട്ടലിൽ ജോലിക്ക് കയറിയടി. അവിടെ അവര് കുമ്പിളപ്പം ഉണ്ടാക്കി വിൽക്കുന്നു. നല്ല ചെലവാ.
അപ്പൊ ഇവിടെയും അത് പരീക്ഷിച്ചാലോ എന്നൊരാലോചന. ശാരദാമ്മ വേറെ ഹോട്ടലിൽ ജോലിക്ക് കയറിയെന്നോ? അതിനെന്താടി ഇത്ര പുതുമ? ഇവിടെ ചെയ്തോണ്ടിരുന്ന പണി തന്നെയല്ലേ അവിടെയും ചെയ്യുന്നത്. എന്നാലും ഹോട്ടൽ ഉടമയായിരുന്നിട്ട് വേറൊരിടത്ത് ജോലിക്ക് കയറിയെന്നൊക്കെ പറഞ്ഞ അതിലൊന്നും ഒരു കുറച്ചിലും ഇല്ല രാജി. ഇവിടെയും മുതലാളിയായിട്ട് കസേരയിട്ട് ഇരിക്കുമൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ. ആവുന്ന പോലെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഹോട്ടലിൽ പോയാലും അതൊക്കെ തന്നെ ചെയ്യണം. ആ പിന്നെ മുതലാളി എന്നുള്ള പദവിയൊന്നും ഞാൻ ആസ്വദിച്ചിട്ടില്ല. എന്നെ കൊണ്ട് തനിയെ കൂട്ടിയാ കൂടില്ല എന്ന് വന്നപ്പോഴാ നിങ്ങളെയൊക്കെ ജോലിക്ക് വെച്ചത്. വെറും ജോലിക്കാരിയായിട്ടല്ലല്ലോ ഞാൻ നിങ്ങളോട് ഇടപഴകിയിട്ടുള്ളത്. ഹാ പിന്നെ വരുമാനത്തിന്റെ കാര്യം. നിങ്ങൾക്കൊക്കെ മാസാമാസം കിട്ടുന്നതിനേക്കാൾ വലുതായിട്ടൊന്നും എനിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞ അപ്പോഴും ഇപ്പോഴും എല്ലാം സമാസമം. എന്നാലും ശാരദാമ്മ ഹാ എടി, ജോലിക്ക് പോകുന്ന എനിക്ക് കുറച്ചില്ലെങ്കിൽ പിന്നെ നിനക്കെന്താടി കുഴപ്പം? ആ നീയേ ഈ വഴനയിലേക്കൊന്ന് വൃത്തിയാക്കിയേ, നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാം. എനിക്കതിന് കുമ്പളപ്പം ഉണ്ടാക്കാനൊന്നും അറിയില്ല ശാരദാമ്മേ. ഞാൻ കാണിച്ചു തരാടി. ആ ശങ്കരേട്ടൻ അടർത്തി തന്ന വരിക്ക ചക്ക ഇപ്പം പഴുത്തിട്ടുണ്ടാവും. അത് വീട്ടിന്റെ അടുക്കളപ്പുറത്തുണ്ട്. നീ അതിങ്ങ് എടുത്തോണ്ട് വാ. ചെല എന്താ മാമേ? എന്തു പറ്റു പിന്നെ? എന്തിനാള് കരഞ്ഞത്? അറിയില്ല സാർ, എന്തോ വല്ലായ്മ ഉണ്ടെന്ന് തോന്നുന്നു. വിശക്കുന്നുണ്ടാവും. പാല് കൂടി കുടിക്കുന്നില്ല, കുപ്പി തട്ടി മാറ്റി കളയാ. ആ അമ്മയെ കാണാത്തതിന്റെയാ. അവരിപ്പിങ്ങെത്തും. നീ അതൊരു അവളെ എങ്ങനെയും സമാധാനിപ്പിക്കാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ണുണ്ടായിട്ടും ഇത്ര നാളും സ്വന്തം വീട്ടിൽ നടന്നിരുന്ന കാര്യങ്ങൾ പോലും കാണാതിരുന്നവൾ, കാതുണ്ടായിട്ടും ഓരോ 4 ചുവരിനുള്ളിലും നിറഞ്ഞു നിന്ന നിലവിളികളും നെടുവീർപ്പുകളും കേൾക്കാത്തവൾ, എവിടുത്തെ ന്യായാധിപയാകും? എന്ത് തീർപ്പ് കൽപ്പിക്കാൻ അവൾക്ക് അവകാശം? അദൃശ്യമായ ആ ചെങ്കോലും കിരീടവും സത്യഭാമ നിന്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. ഇനിമേലിൽ നാടിന് നാഥയല്ല സത്യഭാമ. ഒരു നല്ല ഭാര്യയായി, അമ്മയായി, അമ്മായിയമ്മയായി, മുത്തശ്ശിയായി മാത്രം ജീവിക്കണമെന്നുണ്ട് എനിക്ക്. അനുഗ്രഹിക്കണേ ഭഗവാനെ. കുറച്ചു നേരമായോ നിങ്ങൾ എത്തിയിട്ട്? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. ഇതും സത്യഭാമയുടെ പണം തന്നെയാ.
അമ്മേ, തലകുനിക്കടാ. തലകുനിക്കേ. മാലയിടാനെങ്കിലും നിന്റെ തല എന്റെ മുമ്പിൽ നിന്ന് കുനിഞ്ഞല്ല. അമ്മേ, എന്റെ അമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിട്ടൊന്നല്ല ഞാൻ. അറിയാവിട, സൈക്കിൾ റേസിലടക്കം ഓരോ സ്ഥലത്ത് നീ എന്റെ മുന്നിൽ ജയിച്ചപ്പോ അത് മുഖത്ത് കാണിച്ചില്ലെങ്കിലും മനസ്സിൽ സന്തോഷിക്കായിരുന്നു ഞാൻ. മക്കളുടെ വിജയത്തെക്കാൾ വലിയ എന്ത് സന്തോഷമാണ് ഒരു അമ്മയ്ക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളുടെ ആ തോന്നൽ പോലെ എല്ലാം സംഭവിക്കട്ടെ. ഒരാൾക്കുള്ള കാത്തിരിപ്പ് ഇപ്പൊ രണ്ടുപേരിലേക്കായി. ഇനിയും എന്തെല്ലാം പരീക്ഷണങ്ങളാണാവോ നടക്കാനിരിക്കുന്നത്. എല്ലാത്തിനും ഈശ്വരൻ തന്നെ ഒരു വഴിയുണ്ടാക്കി തരും. അവന്തികയുടെ കാര്യമോ കഷ്ടം. ആദ്യം ഭർത്താവ്, ഇപ്പൊ അനിയത്തി. ഹലോ, ഇപ്പൊ കേക്കുന്നുണ്ടോ? ആ, അത് റേഞ്ച് ഇല്ലാത്തോണ്ടായിരിക്കും. ആ ആ അതെ, ചിന്നു റെസ്റ്റോറന്റ് തന്നെയല്ലേ? ആ അതെ, ഞാൻ തന്നെ ഫുഡ് ഓർഡർ ചെയ്തത്. ആ, ഞാൻ പറഞ്ഞുതരാം. ഒരു ബട്ടർ ചിക്കൻ, 2 നാൻ, മുസംബി ജ്യൂസ് 1. ആ, അഡ്രസ് അതിൽ ഞാൻ വ്യക്തമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെ. ആ, ഫുഡ് എത്തിക്കേണ്ട ഹോട്ടലിന്റെ പേര് ഓർമ്മയുണ്ടല്ലോ. അവിടുത്തെ കോണ്ടാക്ട് നമ്പർ ഒന്നുമില്ല. റിസപ്ഷനിൽ ചോദിച്ചാൽ മതി, അവര് പറഞ്ഞുതരും. ഒരുപാട് വൈകരുത്. അരമണിക്കൂറിനുള്ളിലോ? ആ ഓക്കെ, ഒന്ന് വേഗം എത്തിക്കണേ. എനിക്കൊന്ന് പുറത്തു പോകണം. കുറച്ചു മണിക്കൂറുകളായി ഈ വീട്ടിൽ നടക്കുന്ന വലിയൊരു പ്രശ്നത്തിന് ഇന്നൊരു പരിഹാരം കണ്ടുപിടിക്കണം. എന്റെ തോന്നൽ ശരിയാണെങ്കിൽ അനഘ ഞാൻ ഉദ്ദേശിക്കുന്നിടത്തുണ്ട്. അവളെവിടെ? ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ അരമണിക്കൂറിനകം അവളെ കണ്ടെത്താനാവുന്ന എന്റെ പ്രതീക്ഷ. അവിടുത്തെ സാഹചര്യം എന്താണെന്നോ എന്താ സംഭവിക്കാമെന്നോ എനിക്കറിയില്ല. അതുകൊണ്ട് സച്ചേട്ടൻ എന്റെ ഒപ്പം വരണം. എന്നെ സഹായിക്കാൻ എന്നതിലുപരി ഈ വീട്ടിൽ ഒരാൾക്കെങ്കിലും ബോധ്യമാവണം എനിക്കിതിലൊരു പങ്കുമില്ലാന്ന്. ആ ഒരാൾ സച്ചേട്ടനാവുന്നേ നല്ലത്. അർച്ചന, ആനയ്ക്ക് എവിടെ ഉള്ളത്? താൻ പറ, ഞാൻ പോയി അന്വേഷിക്കാം, അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കാം. സച്ചേട്ടാ, കാര്യങ്ങൾക്കൊരു വ്യക്തത ഇല്ലാതെ ഇപ്പൊ പോലീസിൽ അറിയിക്കണ്ട. ഇതെല്ലാം എന്റെ തോന്നലുകളാവാം. ചിലപ്പോ എന്റെ തോന്നൽ മാത്രമായിരിക്കും. അതുകൊണ്ടാ ഞാൻ ഇക്കാര്യം ആരോടും പറയാത്തത്. സച്ചേട്ടനും തൽക്കാലം ഇത് ആരോടും പറയാനും നിൽക്കണ്ട. എനിക്കറിയാം
ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും സച്ചേട്ടന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള സംശയം ബാക്കിയുണ്ടെന്ന്. ആ സംശയം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്റെ ഒപ്പം വന്നാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാളു, ഇപ്രാവശ്യം ഞാൻ പോകത്തിന്റെ കാരണം മഹിയേട്ടനാ. അതിന് മാളു അച്ഛനോട് താങ്ക്സ് പറയണം. പറയോ? പറയാം. എന്നാ വാ, ഇപ്പൊ തന്നെ പറയാം. എന്റെ ശ്രീ മഹേശ്വരനാണ് സത്യം. മുത്തശ്ശി പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മഹേട്ടാ, എന്താ ഗംഗ? മാളുവിന് മഹേട്ടനോട് എന്തോ പറയാനുണ്ടെന്ന്. എന്താ മാളു? പറ മാളു. പറയാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കൂടെ വന്നത്. ഇപ്പൊ എന്താ പറയാനൊരു മടി? അത് താങ്ക്സ് മഹി. എന്താ എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. ഗംഗയെ പോവാൻ സമ്മതിക്കാതെ ഇവിടെ തന്നെ നിർത്തിയില്ലേ, അതിന് ഒത്തിരി താങ്ക്സ് മഹി. ഏയ് മാളു, ഗംഗ, എന്റെ മോൾ എന്നോട് സംസാരിച്ചു തുടങ്ങിയതെല്ലാം ഗംഗയ്ക്ക് വേണ്ടിയാ. ഇന്ന് അവൾ എന്നോട് താങ്ക്സ് വരെ പറഞ്ഞു. അതും ഗംഗയോട് നിർത്തിയതിനാ. എന്റെ മോളെ എനിക്ക് തിരിച്ചു തരാൻ ഗംഗ എടുക്കുന്ന എഫേർട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതിനെല്ലാം ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മഹേട്ടൻ എന്തിനാ എന്നോട് നന്ദി പറയുന്നത്? എന്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നത് മഹേട്ടനല്ലേ? അമ്മേ, എന്നെ ഇട്ടേച്ച് പോവല്ലേ, ഞാനും വരുവാ. എന്താ ഗംഗ ഈ കാണിക്കുന്നേ? വീട്, എന്നെ വീട്. എനിക്ക് പോണം. എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോണം. എന്നെ വീട്. നിനക്ക് സ്വയം മരിക്കാൻ അവകാശമില്ല. ശ്രീ മഹേശ്വരനാണ് നിനക്ക് ജീവൻ നൽകിയത്. നിനക്ക് ആരും ഇല്ലാതാകുമ്പോ മഹേശ്വരൻ നിന്നെ കാത്തുരക്ഷിച്ചോളും. എനിക്ക് ഏറ്റവും കടപ്പാടും സ്നേഹവും എല്ലാം ഉള്ളത് മഹേട്ടനോട് തന്നെയാ. മഹേട്ടന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാ. ഗംഗ ഇനി എപ്പോഴും മാളുവിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. മാളു പറയാതെ ഗംഗ ഇവിടുന്ന് പോകരുത്. ഇല്ല മഹേട്ടാ, ഞാൻ പോവില്ല. ഞാൻ എപ്പോഴും മാളുവിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനിവിടേക്ക് വന്നപ്പോ ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പൊ പിന്നെ അതൊക്കെ കണ്ടൊന്ന് മനസ്സിലാക്കാന്ന് കരുതി. അത് ശരി. ഞങ്ങളുടെ ചികിത്സാ രീതികളൊക്കെ കണ്ടുപഠിച്ച് പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള പദ്ധതിയാണല്ലേ? സ്വാതിയുടെ ചികിത്സാ വിധികൾ കൂടുതലും അകത്തളത്തിലായത് നന്നായി. അല്ല, ഇന്ന് പതിവില്ലാതെ വളരെ സന്തോഷത്തിലാണല്ലോ. ഇടയ്ക്ക് കൈവിട്ടു പോയത് എന്തൊക്കെയോ തിരിച്ചു വന്നതുപോലെ. എന്റെ സന്തോഷത്തിന്റെ കാരണത്തിൽ ഒരാൾ നിങ്ങളും കൂടിയാ.
നിങ്ങൾ മാത്രല്ല, ഇവിടുത്തെ തിരുമേനിയും പെരുവണ്ണാപുരത്തമ്മയും സാക്ഷാൽ മഹാദേവനും ഇവരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്നപ്പോഴാ ആ ശക്തിയുടെ പിൻബലത്തിൽ എന്റെ ചേച്ചിയുടെ ജീവിതത്തിന് ഒരു പിൻബലം കൈവന്നത്. ആഹാ, അങ്ങനെ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്കും ദൈവത്തിനുമായിട്ട് വീതിച്ചു നൽകണ്ട. സ്വന്തം ജീവിതം പോലും ചേച്ചിക്കായി മാറ്റിവെച്ച് മടങ്ങി വരുന്ന ഒരു ഉറപ്പുമില്ലാത്ത ശിവക്കാട്ടിലേക്ക് അഖണ്ഡ ജ്യോതിയുമായി പോയ തന്റെ പ്രവൃത്തിയുമായിട്ട് ഞങ്ങളെ തുലനം ചെയ്യാൻ പോലും പറ്റില്ല. ഇക്കാര്യത്തിൽ തന്റെ പ്രവൃത്തിയോളം വലുതല്ല മറ്റൊന്നും. ചേച്ചിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ജീവിച്ചു തീർത്താൽ മതിയോ? സ്വന്തം ജീവിതം കൂടി നോക്കണ്ടേ? തന്റെ ജീവിതത്തെക്കുറിച്ച് മുത്തശ്ശൻ വിശദമായി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ സ്വന്തം ജീവിതം മറന്നു പോരുത്. താലി കെട്ടിയ പുരുഷനൊത്ത് താൻ ഇനി സന്തോഷത്തോടെ ജീവിക്കണം. മുത്തശ്ശന്റെ അഭിപ്രായം ആ ആള് വലിയ ഭാഗ്യം ചെയ്ത ആളാണെന്നാ. ഞാനിപ്പോ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. എന്റെ മനസ്സിൽ എന്റെ ചേച്ചിയുടെ ജീവിതം മാത്രമേ ഉള്ളൂ. എന്റെ ചേച്ചി പഴയതുപോലെ എഴുന്നേറ്റ് നടക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹമായിട്ടുള്ള വിവാഹം നടക്കണം. അതിലും വലുതായി മറ്റൊരു ഭാഗ്യമോ സന്തോഷമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കാൻ ഇനി എത്ര ദിവസം കൂടി വേണ്ടിവരും? അതുകൂടി അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിപ്പോ കൃത്യമായിട്ടൊരു സമയം നിശ്ചയിക്കാൻ കഴിയില്ല. ഏതായാലും തന്റെ ചേച്ചിയുടെ കഴുത്തിൽ താൻ ആഗ്രഹിച്ച പോലെ താലി കെട്ടുന്നത് സഞ്ജു ആയിരിക്കും. ആ കാര്യം ഉറപ്പാ. എന്ന് ശരി, ഞാൻ ഇറങ്ങട്ടെ. വലിയ സന്തോഷത്തിലാ ലക്ഷ്മി. ചേച്ചിയിൽ വന്നിട്ടുള്ള മാറ്റത്തിൽ അവളോളം സന്തോഷിക്കുന്ന മറ്റാരും ഉണ്ടാവില്ല മുത്തശ്ശ. ഇനിയും എത്ര നാൾ കൂടി ചേച്ചിക്ക് ട്രീറ്റ്മെന്റ് വേണ്ടിവരുമെന്നാ ലക്ഷ്മിയുടെ ചോദ്യം. പാവം കുട്ടി, ജീവിതത്തിൽ അല്പം പോലും സ്വാർത്ഥത വെച്ച് പുലർത്താത്ത ജന്മം. മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവൻ തന്നെ ദാനമായി നൽകാൻ സന്നദ്ധത കാട്ടിയ പെൺകുട്ടി. കലിയുഗത്തിൽ അപൂർവമായി മാത്രമേ ഇത്തരം ജന്മങ്ങൾ പിറവിയെടുക്കൂ. ഞാനെന്ന് പൂജാമുറിയിൽ കയറിയതിന്റെ പൊരുൾ ഇപ്പോഴെങ്കിലും ഗോവിന്ദന് മനസ്സിലായിട്ടുണ്ടാവും. ലക്ഷ്മി പോലൊരു പെൺകുട്ടി ജീവത്യാഗം ചെയ്യാൻ ദൃഢനിശ്ചയം ചെയ്തിറങ്ങിയിരിക്കുമ്പോൾ ആ പെൺമനസ് കണ്ടില്ലെന്ന് നടിച്ചാൽ സാക്ഷാൽ നീലകണ്ഠൻ പോലും എന്നോട് പൊറുക്കില്ല. സകല ചൈതന്യവും അവളിൽ കുടികൊള്ളുന്നുണ്ട്. പക്ഷേ സമയപ്രകാരം അവളുടെ ജീവിതത്തിൽ ചില ദുരിതങ്ങൾ വന്നു ഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ പരിഹാരമുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അദ്ദേഹം എന്താ ഈ നേരത്തെ വിളിക്കുന്നത്? ദൈവമേ, ചേച്ചിയെ കാണാൻ ഇവിടെ വന്ന് നിൽക്കണോ? ഹലോ ലച്ചു, എനിക്ക് സ്വാതി ഒന്ന് കാണണം. ഞാൻ നാളെ അങ്ങോട്ട് വരും. ഭാഗ്യം, പുറത്തൊന്നും നിൽക്കുന്നില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എനിക്ക് സ്വാതിയെ കണ്ടേ പറ്റൂ. നിങ്ങൾ വന്ന ചേച്ചി കാണാൻ പറ്റില്ല. ഇപ്പൊ ചികിത്സ നടക്കുന്നത് പഴയ സ്ഥലത്തല്ല. അവിടെ ചേച്ചി മാറ്റിയിരിക്കുക. എവിടെ ആയാലെന്താ, എനിക്ക് അവളെ കണ്ടേ പറ്റൂ. നിങ്ങൾ വന്ന അച്ഛനും അമ്മയും കാണും. ഇപ്പൊ തന്നെ സഞ്ജനയുമായുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. നിങ്ങളും സഞ്ജനയും തമ്മിലുള്ള വിവാഹം നടക്കുന്ന കാര്യത്തില് അവർക്കിപ്പോ ഒരു സംശയമില്ല. അത് മാത്രമല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞതൊക്കെ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യം നമുക്ക് മാത്രമേ അറിയൂ. ദയവ് ഇത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ലച്ചു പ്ലീസ്. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത്. ഞാൻ ഫോൺ വെക്കാം. ലച്ചു, ഹലോ. പാവം, ഈ സ്നേഹമൊന്നും ചേച്ചി അറിയുന്ന പോലുമില്ല. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ വന്നാ പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. പെരുവണ്ണാപുരത്തമ്മേ,
കനിവ് കാട്ടണേ. എന്താ നോക്കുന്നേ? ദൈവമേ, എനിക്കിങ്ങനെ ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തെല്ലാം എന്റെ മോള് കാണാനിരിക്കുന്നു. എങ്കിലും ഇതെല്ലാം അല്പം കൂടുതലാ. മാസം 3 കഴിഞ്ഞിരിക്കുന്നു. സൂക്ഷിക്കേണ്ട സമയം കടന്നു പോയത്. വലിയ യാത്രകളൊന്നും വേണ്ടെന്നേ ഡോക്ടർ പറഞ്ഞുള്ളൂ. എന്നുവെച്ച് കടുത്ത പണികളൊന്നും നീ ചെയ്യണ്ട. ഇവിടെ നീ മാത്രമല്ലല്ലോ ഉള്ളത്, ഒരു തമ്പുരാട്ടി കൂടിയില്ലേ. കവിതയ്ക്കും കിച്ചണിൽ കയറാം. കവിതച്ച് കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് ദിനേശ് ചേട്ടൻ അറിയില്ലേ? മുഴുത്ത അസൂയയാ. അവളെ അതിൽ വെന്തുരുകുന്ന എനിക്കൊന്ന് കാണണം. ഫംഗ്ഷൻ നടക്കുമ്പോൾ നീ നോക്കിക്കോ, അവളിവിടെ ഉണ്ടാവില്ല. പാമ്പിന്റെ വിഷം അവൾക്ക്. ആ, അമ്മുനെ ഇതുവരെ ഫോണിൽ കിട്ടിയില്ല. വല്യച്ചൊരു ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. ഞാൻ ഈ വാർത്ത അറിഞ്ഞുടനെ അമ്മുനെ വിളിക്കുക. രാത്രിയായില്ലേ, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. എന്തായി കാണിക്കുന്നേ? സൂക്ഷിച്ച്. ദിനേശന്റെ ഒരു കാര്യം. ഇതൊക്കെ എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചെയ്യുന്നല്ലേ. എനിക്കറിയില്ലേ, നിങ്ങൾ ആണുങ്ങൾക്ക് ഭാര്യയോട് കളങ്കമില്ലാത്ത സ്നേഹം വരുന്നത് അവൾ ഗർഭിണിയാവുമ്പോഴാ. കുഞ്ഞിനെ പ്രസവിച്ചു കിട്ടിയ അതുവരെയുള്ള സ്നേഹവും തീർന്നു കിട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാലിന് പാർവതിയോടുള്ള എല്ലാ വെറുപ്പും പോയി. നിങ്ങൾ വീണ്ടും ലേറ്റ് ആന്നേ. ഇനി അവരെ പിരിക്കാന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നീ എന്താ പറഞ്ഞത്? വിശാലും പാർവതിയും വീണ്ടും ഇണങ്ങിയെന്നോ? ഇണങ്ങിയോന്നോ? അവരിപ്പോ സ്ഥലകാല ബോധം പോലും ഇല്ലാതെ ഭയങ്കര റൊമാൻസിലാ. ഇപ്പൊ ഓഫീസിലേക്ക് പാർവതി എഴുന്നള്ളിക്കാനുള്ള പ്ലാനിലാണ് വിശാൽ. അവരുടെ കൊഞ്ചിക്കോഴല് കണ്ടിട്ട് എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണം ആന്റി. ചേച്ചി, അവളെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച പിന്നെ നമ്മുടെ കാര്യം ഗോവിന്ദയാണ്. ആ പട്ടിക്കാട് പാർവതിക്ക് കാഞ്ഞ ബുദ്ധിയാ, അത് ഓർമ്മ വേണം. അവളെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അത് തന്നെ ഞാനും നിങ്ങളോട് ചോദിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ ഇവിടെ ജീവിച്ചിട്ടും വിശാലിനെ നിങ്ങളുടെ കൺട്രോള് നിർത്തിയിട്ടും ഇപ്പൊ എന്തായി? 4 അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത ആ പട്ടിക്കാട്ടിലെ പാർവതിയെ പിടിച്ച് കമ്പനിയിലെ അധികാര കസേരയിൽ ഇരുത്താൻ പോവാ വിശാല്. അപ്പൊ നിങ്ങളൊക്കെ ആരായി? കോടിക്കണക്കിനുള്ള സ്വത്തിനും ബിസിനസ് കാര്യങ്ങൾക്കും എല്ലാം ഇനി അവളാ അധികാരി. ഇതിൽ പരം ഒരു ഇൻസൾട്ട് ഇനി വേറെ ഉണ്ടാവാനില്ല. നിങ്ങൾക്കൊക്കെ പോയി കെട്ടിത്തൂങ്ങി ചത്തൂടെ? അതല്ലേ ചേച്ചിയുടെ ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ വിശാലിന് എങ്ങനെ തോന്നി ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ? ഇത്രയും ഭീകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇവനെങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സുമാറി പെൺകൊന്നനായത്? പാർവതിയുടെ കൺട്രോളിലാ ഇപ്പൊ വിശാല്. അവൾ എന്ത് പറയുന്നോ അതേ വിശാൽ അനുസരിക്കൂ. അത്രയും വലിയൊരു ഓഫീസിലെ പൂറ സാരി ഉടുത്ത് ചന്ദനക്കൊറിയും തൊട്ട് എണ്ണ മെഴുക്കുള്ള മുടിയായിട്ട് ചെല്ലുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേരെ ചൊവ്വെ പൗഡർ ഇടാൻ അറിയില്ല, ലിപ്സ്റ്റിക് എന്താണെന്ന് പോലും അറിയില്ല. ഇവളെങ്ങനെയാ വിശാലിനെ വളച്ചത്? നീ ഈ പൗഡറും ലിപ്സ്റ്റിക്കും ഇടുന്ന സമയത്ത് വിശാലിനെ വളച്ച് കുപ്പിയിലാക്കി കോർക്കിട്ട് അടച്ചിരുന്നെങ്കിലേ ഇപ്പൊ അവളുടെ സ്ഥാനത്ത് നിനക്കിരിക്കായിരുന്നു. അവളെ ഈ വീട്ടിൽ നിന്ന് തുരത്തായിരുന്നു. ഓഫ്, ഞാൻ എത്രയോ തവണ വിശാലിന്റെ മനസ്സ് കീഴടക്കാൻ ട്രൈ ചെയ്തു. പിന്നെ പക്ഷേ വിശാല് മൈൻഡ് പോലും ചെയ്യുന്നില്ല.
എന്റെ കാര്യം പോട്ടെ, അവള് കമ്പനിയുടെ തലപ്പത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. തെരുവിലിറങ്ങി പിച്ചെടുക്കേണ്ടി വരും രണ്ടുപേർക്കും. അവളെ കമ്പനിയുടെ തലപ്പത്തിരുത്തി വാഴിക്കാൻ ഈ പ്രഭാവതിയുടെ കൊക്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ അനുവദിക്കില്ല. പതുങ്ങിയിരുന്ന് പണിയാനൊന്നും ഈ ജാസ്മിന് കിട്ടത്തില്ല. എനിക്കതിനുള്ള ടൈമും ഇല്ല. അവൾക്കെതിരെയുള്ള എന്റെ പണികള് മിന്നൽ വേഗത്തിലായിരിക്കും. ആന്റി നോക്കിക്കോ. അവളെ തഞ്ചത്തി കിട്ടിയ ആ നിമിഷം ഞാൻ കൊന്നിരിക്കും. പാർവതിയെ കൊന്ന ആ നിമിഷം നിന്നെ ഞാൻ വിശാലിനെ കൊണ്ട് കെട്ടിച്ചിരിക്കും. ഇത് പ്രഭാവതിയുടെ വാക്കാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളുടെ ഡിസ്കഷൻ പാർവതിയെ കുറിച്ചാണെന്ന് മനസ്സിലായി. അതെ, ഒന്നും കാണാതെയല്ല ഞാൻ പാർവതി ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. പാർവതിക്ക് ചിലപ്പോ കണക്കും അറിയില്ലായിരിക്കാം, ഇംഗ്ലീഷും അറിയില്ലായിരിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ എല്ലാവരെക്കാളും ബുദ്ധിയും വിവേകവും അവൾക്കുണ്ട്. തൽക്കാലം അത് മതി എനിക്ക്. ബാക്കിയൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഗ്രേറ്റ് ബ്രോ, ഗ്രേറ്റ്. ബ്രോ പറഞ്ഞത് ശരിയാ. പാർവതിക്ക് നല്ല ഇന്റലിജൻസും പ്രാക്ടിക്കൽ സെൻസും ഉണ്ട്. അത് മതി. പാർവതി ഓഫീസിൽ പൊളിക്കും. പിന്നെ എല്ലാത്തിനും നിഴല് പോലെ വിശാൽ ബ്രോ പാർവതിയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. പിന്നെന്തിനാ പേടിക്കുന്നേ? പാർവതി വിചാരിച്ചാ അവൾ എന്തും ചെയ്യും. എല്ലാം കൊള്ളാം. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവാതിരുന്നാ മതി. അക്കാര്യത്തില് അങ്കിള് ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളാം. പോവാം വിശാൽ സർ. ആ പോവാം. മോളെ പാർവതി, മുത്തശ്ശ, മോളെ ഈ ബാഗ് ഞാൻ മോക്ക് വേണ്ടി കൊണ്ടുവന്നതാ. മോളിത് വാങ്ങണം. അതിങ്ങ് തന്നേക്ക് മുത്തശ്ശ. അപ്പൊ ഇറങ്ങാം. ഇറങ്ങാം. എന്നാ ഞങ്ങള് പോയിട്ട് വരട്ടെ. വാ. ഹേ ബ്രോ, പാർവതിയുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോ. ഓക്കെ, വാ. ഇനി ഇവരെ പിരിക്കാൻ ഈ ലോകത്താർക്കും സാധ്യമല്ല. വിശാലിനെയും പാർവതിയും ഞാൻ പിരിക്കും. ഈ സന്തോഷം അധിക നാളുണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് പറഞ്ഞത് നേരെ അരുന്ധതി. നമ്മളെല്ലാരും കൂടി ചേരുന്നതിലും ശക്തിയുണ്ടെന്ന് തോന്നുന്നു ആ അശ്വതി ഒറ്റയ്ക്ക് നിന്നപ്പോ. ആനന്ദ നിലയം ഇപ്പൊ ശോക നിലയമാ. അടിച്ച് പിരിഞ്ഞ് അലങ്കോലമായി. അഖിയും ശ്യാമയും കമ്പനിയിലെ സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചെന്ന് രാജിക്കത്ത് എഴുതി കൊടുത്തപ്പോ എനിക്കുണ്ടായൊരു ത്രില്ലേ. അഖിലിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഫണ്ടോ ഷെയറോ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കമ്പനിയുടെ ലാഭവിഹിതമോ മറ്റോ? ഒന്നുമില്ലെങ്കിലേ അവരുണ്ടായിരുന്ന സകല അവകാശവും, അതായത് ഒരു മുട്ടുസൂചി ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ ഇപ്പൊ വിട്ടുകൊടുത്തിരിക്ക. അവൻ വലിയ ഔദാര്യക്കാരനും ഹരിശ്ചന്ദ്രനും ഒക്കെ ആയതുകൊണ്ട് അവനായിട്ട് അക്കൗണ്ടും തുടങ്ങിയിട്ടില്ല. അവളുടെ കാര്യം അങ്ങനെ തന്നെയാ. ചുരുക്കത്തിൽ മുകളിൽ ആകാശവും താഴെ ഭൂമിയും അല്ലേ? മുകളില് ആകാശമുണ്ട്, പക്ഷേ താഴെ ഭൂമിയില്ല. അവിടുത്തെ ഭൂമിയിലും അവന് അവകാശമില്ല. അശ്വതി എന്ന ഒരു പെണ്ണിന്റെ വിഷയത്തിൽ കാര്യങ്ങൾ ഇത്രയ്ക്ക് വഷളായിട്ടും അമൃത റിയാക്ട് ചെയ്യാത്ത എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മുമ്പ് അമൃതയെടുത്തി ആദ്യേട്ടനും കുറച്ച് പിണങ്ങിയിരുന്നു. പക്ഷേ ഇപ്പൊ അവര് തമ്മില് അങ്ങനൊരു അകൽച്ചയില്ല. മാത്രമല്ല, മനസ്സുകൊണ്ട് അമൃതയെടുത്തി ശ്യാമയ്ക്കൊപ്പോ. കാര്യങ്ങൾ ഇത്രത്തോളം ആയത് കാരണം ഒരു തുറന്ന സപ്പോർട്ടില്ലെന്നേ ഉള്ളൂ. അരുണിന്റെ സ്റ്റാൻഡ് എന്താ? അരുൺ കട്ടയുടക്കി തന്നെയാ. ആദ്യേട്ടൻ ഒരു പെണ്ണുമായിട്ട് അടുപ്പാണെന്ന് അറിഞ്ഞത് പിന്നെ അരുൺ വയലന്റ് ആയിരുന്നു. ഇപ്പോ ആദ്യേട്ടനും അരുണും തമ്മില് അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ. പറഞ്ഞില്ലേ, കുറെ മനുഷ്യര് താമസിക്കുന്ന ഒരു കെട്ടിടം. അതാണ് ഇപ്പൊ ആനന്ദ നിലയം, അല്ലാതെ ഒരു വീടല്ല അത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവസാനം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അല്ലല്ല, അത്രയും അല്ല നമ്മൾ ആഗ്രഹിച്ചത്. അഖിലിനെയും ശ്യാമയെയും പിച്ചച്ചട്ടി എടുപ്പിച്ച് തെരുവിലിറക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എവിടെ നിന്നൊക്കെയാണോ അവർക്ക് വരുമാനം ലഭിക്കാൻ സാധ്യത അതൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്യണം. അതെ അങ്കിളെ, ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെ. പട്ടിണി കിടക്കുമ്പോ അവളുടെ പാട്ടും കൂത്തും ഒക്കെ താനെ തീരും. ജഗൻ പറഞ്ഞതുപോലെ രണ്ടും കൂടി എത്രയും പെട്ടെന്ന് തെരുവിലേക്ക് ഇറങ്ങണം. ആ കാഴ്ച വേണം ഇനി അടുത്ത് നമുക്ക് കാണാൻ. അന്ന് നിങ്ങൾ പറഞ്ഞു അവളുടെ ശ്രീകൃഷ്ണൻ എന്തൊക്കെയോ ശക്തിയുണ്ടെന്ന്. ഞാനന്ന് തർക്കിച്ചു. ഇതൊക്കെ ചുമ്മാ പരസ്പരം കൂട്ടിച്ചേർത്ത് ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നതാണെന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ ദൈവത്തിന് ശക്തിയൊന്നുമില്ല എന്ന്. ശക്തി നമുക്കാ. നമ്മുടെ ശക്തി എന്താണെന്ന് ഇനി ഓരോന്നോരോന്നായി അഖിലും ശ്യാമയും കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവൾ ഒരുത്തിയല്ലേ ഈ കാര്യങ്ങൾ ഈ അവസ്ഥയിലെത്തിച്ചത്. ദേ, ആദ്യേട്ടനും അരുണും തമ്മില് നേരിട്ടൊന്ന് സംസാരിക്കുന്നുണ്ടോ? ഞാനും അമൃതയെടുത്തി സംസാരിക്കുന്നുണ്ടോ? കാരണം എന്താ? കാരണം നിങ്ങളാ. ഇവിടെ നടക്കുന്ന സകല കുഴപ്പങ്ങളുടെയും പിന്നില് നിങ്ങൾ ഒരേ ഒരാളാണ്. ഐശ്വര്യ, അഖി, വെറുതെ സംസാരിച്ച് തർക്കിച്ച് മറ്റു വിഷയങ്ങളിലേക്ക് പോണ്ട. ആഹാരം കാണാതെ കിടക്കല്ലേ ഞങ്ങള്. സംസ്കാരത്തിന്റെ ഒരു അംശമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് അധിക്ഷേപിക്കില്ല. വസുന്ധരയുടെയും ആനന്ദവർമ്മയുടെയും മോനാ ഞാൻ. അഭിമാനം സ്വന്തം അമ്മയുടെ മുമ്പിലാണെങ്കിലും അടിയറവ് വയ്ക്കില്ല. ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകും. ഞാൻ നിന്നെ ഒരിക്കലും ഇറക്കി വിടില്ല. നിനക്ക് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാം. നിനക്ക് ആഹാരം കഴിക്കാന്ന് വെച്ചാ എന്റെ ഭാര്യയ്ക്ക് അത് പറ്റില്ലെന്നല്ലേ? ആ രീതിയിൽ അങ്ങ് തോൽപ്പിച്ച് കളയാന്ന് കരുതണ്ട. ഞങ്ങൾക്ക് ഇവിടുത്തെ ആഹാരം വേണ്ട.
ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഭക്ഷണത്തിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. സാർ ആഹാരം കഴിക്കുക. എനിക്കൊരു വിഷമമില്ല. ഞാൻ സത്യം പറയുന്നേ. ഒന്നാമത് വീടാകെ പുകഞ്ഞു നിൽക്കുക. ഇനി ഇതിന്റെ പേരിലൊരു ബഹളം വേണ്ട. ആഹാരത്തിന്റെ പേരില് തർക്കവും ബഹളവും എന്നൊക്കെ പുറത്തിറങ്ങിയ മോശം. അമ്മ, ഞാൻ കഴിക്കുന്നില്ല. സാർ ഇരിക്കുക. സാർ കഴിച്ചോ? നിന്നെ എഴുന്നേപ്പിച്ച് വിട്ടിട്ട് ഞാനിരുന്ന് ആഹാരം കഴിക്കണമെന്നോ? ഞങ്ങൾ രണ്ടുപേരും ഇനി മുതൽ ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നില്ല. ഞങ്ങൾക്ക് ആരുടെയും ഭിക്ഷ ആവശ്യമില്ല. പട്ടിണി ഇരുന്നാലും ആത്മാഭിമാനം പണയം വെക്കില്ല. അഖി, നീ ഇരിക്ക് മോളെ, ഇരിക്ക്. പ്രശ്നം ഉണ്ടാക്കണ്ട. ഏട്ടന്മാരെ സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചോ. ഞാൻ കാരണം നിങ്ങൾ വിഷമിക്കണ്ട. ശ്യാമ റൂമിൽ ചെന്നിരുന്നു. ഞാൻ പുറത്തു പോയി ഭക്ഷണം വാങ്ങിട്ട് വരാം. ആഹാരം ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങണ്ട. എന്താ ആനന്ദ നിലയത്തിന് കുറച്ചിലാണോ? ഇളയ മകനും ഭാര്യയും ഹോട്ടലിൽ നിന്ന് വരുത്തി ആഹാരം കഴിക്കുന്നത് നാട്ടിൽ അറിയുന്നത്. മത്സരം തന്നെയാ. ഞാൻ തന്നെ ജയിക്കും. ശ്യാമ, ഞാൻ എന്താ വരുന്നു. സാർ, ഞാനൊന്ന് പറയട്ടെ. മാറ്. ശ്യാമേ, എന്താ അമ്മ ഇത്? മര്യാദക്ക് ഇരുന്ന് കഴിക്കടാ. ആർക്കാ എന്താന്ന് വെച്ചാ ആഹാരം കഴിക്കാം. കാര്യങ്ങൾ കലങ്ങി തെളിയുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഞ്ജലിയുടെ ഈ പനിക്കഥ പറയുന്നതില് ചില കാര്യങ്ങളുണ്ടെന്ന എന്റെ വിശ്വാസം. അതെന്താണെന്ന് അഞ്ജലി പറയണം. കേൾക്കണം എനിക്ക്. ഞാൻ വെറുതെ ഒന്നുമല്ല. അഞ്ജലിക്ക് പറയാനുണ്ട്, എനിക്ക് കേൾക്കാനും. പ്ലീസ് എന്നോട് സംസാരിക്കേ. എന്താ തന്നെ ഭരിക്കുന്ന പ്രശ്നം? ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് 3 കുട്ടികളുടെ ഉത്തരവാദിത്വം ചുമലിലേറ്റിയ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. അവർ ചിരിച്ചാഹ്ലാദിച്ച് ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാ ഞാൻ നിരന്തരം അധ്വാനിക്കുന്നതും. പക്ഷേ അതുപോലും നിലനിർത്താനാവാത്ത സാഹചര്യങ്ങൾ വന്നു ചേരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. സോറി അഞ്ജലി. അഞ്ജലി പറയുന്നൊന്നും എനിക്കങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല. ഒരുപാട് ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഥ പറയുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒന്നും കാര്യകാരണങ്ങളെ കുറിച്ചാ വ്യക്തമാവാത്തത്. അഞ്ജലി ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വെറുപ്പ്, വിരോധം, പക? അതൊരു വ്യക്തിയോടാണോ, അതോ കുടുംബത്തോടാണോ, അതോ ഒന്നിലധികം ആൾക്കാരോടോ? എന്താണെങ്കിലും തുറന്നു പറ. സോറി പ്രസാദേട്ടാ, എല്ലാം തുറന്നു പറയാവുന്നൊരു ദിവസം വരും എനിക്ക്. ഇന്നല്ല, പക്ഷെ അന്ന് അതെല്ലാം ആദ്യം കേൾക്കുന്നയാൾ പ്രസാദേട്ടനായിരിക്കും. അതിനു മുമ്പ് പ്രസാദേട്ടനൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പു തരണം, ഇപ്പൊ തന്നെ. അഞ്ജലി പറഞ്ഞോളൂ. ഏത് കാര്യത്തിനും ഞാൻ ഒപ്പം ഉണ്ടാവുമെന്ന് മുമ്പേ പറഞ്ഞിട്ടുള്ളതാ. ഇനി അതങ്ങനെ തന്നെ ആയിരിക്കും. തനിക്ക് ധൈര്യമായിട്ട് പറയാം. എനിക്കറിയാം, എന്നാലും പറഞ്ഞൂന്ന് മാത്രം. എന്റെ കുഞ്ഞുങ്ങൾക്ക് തുണയായി എന്നും അവർക്കൊപ്പം ജീവിക്കണമെന്നതാ എന്റെ ആഗ്രഹം. പക്ഷേ എന്റെ തലയ്ക്ക് മുകളിൽ എപ്പോഴും ഒരു ദുഷ്ടന്റെ വഞ്ചനയുടെ വാൾ തൂങ്ങുന്നുണ്ട്. അതേത് നിമിഷവും എന്റെ കഴുത്ത് മുറിച്ച് കടന്നു പോവും. അങ്ങനെ എന്തെങ്കിലും നടന്നാ പ്രസാദേട്ടൻ വേണം
ഈ വീട്ടിന് തുണയായിട്ട്. അഞ്ജലി എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയൊന്നും ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് നീതി നിയമം നിഷേധിക്കപ്പെട്ട നാടാണോ നമ്മുടേത്? എനിക്കറിയില്ല പ്രസാദേട്ടാ, എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഒരു നീതിബോധം ഇല്ലാത്തൊരാളാണ് എനിക്ക് നേരെ വാളോങ്ങുന്നതെന്ന് മാത്രം ഞാൻ പറയും. അതിൽ പെട്ട് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ഞാൻ ഇല്ലാതെ ആയാൽ, എന്റെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോയാൽ അവരെ സ്വന്തം മക്കളായി കണ്ട് പ്രസാദേട്ടനെ ഏറ്റെടുക്കണം. തീർച്ചയായും. ഇപ്പൊ അഞ്ജലി ഭാവന ചെയ്തെടുക്കുന്ന ഈ അപകടങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കാത്തതാണെന്ന് പൂർണ്ണ ഉറപ്പെനിക്കുണ്ട്. അഞ്ജലിക്ക് ഒന്നും സംഭവിക്കില്ല. എങ്കിലും അഞ്ജലി ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ ഉറപ്പു തരിക. അഞ്ജലിയുടെ അനുജത്തിമാരും അച്ചൂട്ടനും എനിക്കും സ്വന്തം മക്കളെ പോലെയാണ്. എന്തെങ്കിലും കാരണവശാൽ അഞ്ജലി അവർക്കൊപ്പം ഇല്ലാതെ വരുന്നൊരു നാളുണ്ടായാൽ അന്നു മുതൽ എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ അവരെ പൊന്നുപോലെ നോക്കും. എന്റെ ജീവൻ കൊടുത്തായാലും അവരെ സംരക്ഷിക്കുന്നർത്ഥം. അഞ്ജലിക്ക് എന്നെ വിശ്വസിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.